രണ്ടല്ലോ ഒരു സമാന്തര ശ്രേണിയുടെ ഏഴാം പദത്തിന്റെ 7 മടങ്ങ് അതിന്റെ 11ാം പദത്തിന്റെ 11 മടങ്ങിന് ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തുല്യമാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ 18ാം പദം എന്തായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്കൊരു ഇക്വേഷൻ അറിയാം. എക്സ് n = x1 + n - 1 × d അല്ലെ. സമാന്തര ശ്രേണിയിലെ n-ാം പദം കാണുന്നതിന്റെ ഇക്വേഷൻ നമുക്കറിയാം. സോ 18ാം പദം കാണാനാണ് പറയുന്നത്. അപ്പം x18 = x1 + 17d. ഓക്കെ, അതിന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ ഏഴാം പദത്തിന്റെ 7 മടങ്ങ് എന്ന് പറയുമ്പം x7 × 7 എന്ന് പറയുന്നത് x11 × 11 ഈക്വൽ ആണെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഏഴാം പദം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏഴാം പദം എന്ന് പറയുന്നത് x1 + 6d. x1 + 6d എന്താണ്? ഇതിന് 7 = എന്താണ്? x1 + 10d × 11. ഇത് നമ്മളിപ്പം സോൾവ് ചെയ്യാണ്. അപ്പം 7x1 + 42d = 11x1 + 110d. അപ്പം 7 ഇവിടെ നിന്ന് 7 അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 4x1 = എന്താണ്? 110 42 കുറച്ച 68 അല്ലേ? 68d ആണ് വരിക. ഓക്കെ, അപ്പോൾ = ഈ ഇക്വേഷൻ, അതായത് 4x1 + 68da നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു, 2 എന്ന് വിളിച്ചു. ഇനി ഈ ഇക്വേഷനെ നമ്മൾ എന്താണ്, ഈ 4 നമുക്ക് പോക്കി കിട്ടണം. കാരണം എന്താണ്, ഇവിടെ ആദ്യത്തെ ഇക്വേഷനിൽ കണ്ട ഈ x1 അതേപോലെ എന്താണ് ഇവിടെ കോയിഫിഷ്യന്റ് അല്ലെങ്കിൽ ഗുണകങ്ങളൊന്നും ഉണ്ടാവരുത്, x1ന്റെ കൂടെ ഒന്നും ഉണ്ടാവരുത്. അപ്പം എന്താണ്, ഇതിനെ ഡിവൈഡഡ് ബൈ 4 കൊണ്ട് ഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് വരിക? x1 + 68നെ 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? 17d = എന്താണ്? 0. ഇതിന് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്പയർ ആദ്യത്തെ ഇക്വേഷനും ഈ പറയുന്ന മൂന്നാമത്തെ ഇക്വേഷനും നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഇക്വേഷൻ എന്താണ്? 18ാം പദത്തിന്റെ ഇക്വേഷൻ x1 + 17d. x1 + 17d = മൂന്നാമത്തെ ഇക്വേഷന്റെ ആൻസർ എന്താണ്? 0. അതെന്താണ്? 0. അപ്പൊ ഈ 0 ആണ് നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ.